തൻ്റെ സുദീർഘമായ രാഷ്ട്രീയ ജീവിതത്തിൽ എക്കാലത്തും വിവാദങ്ങളുടെ തോടനായിരുന്നു സഖാവ് വി.എസ്. അച്യുതാനന്ദൻ. രാഷ്ട്രീയമായ സമരഭൂമികളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത നേതാവായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമപ്രവർത്തകർക്ക് എക്കാലവും വി.എസുമായി ബന്ധപ്പെട്ട എല്ലാം വാർത്തകളായിരുന്നു. ജീവിച്ചിരുന്ന കാലത്തെ ഈ അനുഭവം വി.എസ്. മരിച്ച് അദ്ദേഹത്തിൻ്റെ 1-ാം ചരമവാർഷികം അടുക്കുമ്പോഴും തുടരുന്നു എന്നതാണ് കൗതുകകരമായ കാര്യം. ജൂലൈ 21-ന് വി.എസിൻ്റെ 1-ാം ചരമദിനമാണ്. തീർച്ചയായും വി.എസ്. ഇല്ലാത്ത കേരളം രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ച്, സാമൂഹ്യ പ്രവർത്തകരെ സംബന്ധിച്ച് വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്ന ഒന്നാണ്. അതല്ല ഇവിടുത്തെ പ്രതിപാദ്യ വിഷയം. വി.എസിനെ അനുസ്മരിച്ചുകൊണ്ട് ഒരു ലേഖനം പ്രസിദ്ധീകരിച്ച ദേശാഭിമാനിയുടെ ഞായറാഴ്ച പതിപ്പ്, വാരാന്ത പതിപ്പ് എന്നാണ് അതിനെ വിളിക്കുക, പുറത്തിറക്കേണ്ട എന്ന് ദേശാഭിമാനി മാനേജ്മെൻറ്റ് തീരുമാനിച്ചു എന്നതാണ് വാർത്ത. തീർച്ചയായിട്ടും അത് വി.എസിൻ്റെ അനുസ്മരണക്കുറിപ്പ് വന്നതുകൊണ്ടെടുത്ത തീരുമാനമല്ല എന്നത് കൃത്യമാണ്. ദേശാഭിമാനിയുടെ റെസിഡൻ്റ് എഡിറ്റർ സഖാവ് സ്വരാജ് ആ കാര്യം അർത്ഥശങ്കയ്ക്കിടയില്ലാതെ പറയുകയും ചെയ്തു. പക്ഷെ ആ ലേഖനത്തിന് കൊടുത്ത തലക്കെട്ടിൽ വി.എസ്. നടത്തിയ വലിയ രാഷ്ട്രീയ സമരങ്ങളുടെ ഒരു ഇരമ്പമുണ്ട്. വി.എസിൻ്റെ പ്രസ് സെക്രട്ടറിയായി പ്രവർത്തിച്ച, വി.എസിൻ്റെ ആത്മകഥാംശമുള്ള പുസ്തകം രചിച്ച ആലപ്പുഴക്കാരൻ തന്നെയായ ദേശാഭിമാനി പ്രവർത്തകൻ കെ.വി. സുധാകരനാണ് വി.എസിനെ ഓർമ്മിച്ചുകൊണ്ട് ലേഖനം എഴുതിയത്. ഓർമ്മകളിലെ കടലിരമ്പത്തെക്കുറിച്ചാണ് സുധാകരൻ എഴുതിയത്. പക്ഷെ സുധാകരനോടുള്ള വിയോജിപ്പ് കൊണ്ടല്ല ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പ് പുറത്തിറങ്ങാതെ പോയത്. അതിൻ്റെ പിന്നാലെ എൻ്റെ 4-ാം പേജിൽ ഒരു നാടക പ്രവർത്തകനെക്കുറിച്ച് കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ ഒരു ലേഖനം ഉണ്ടായിരുന്നു. കള്ളൻ വിജയൻ എന്നത് മോശമായി വിളിക്കുന്ന പേരല്ല, അത് തമാശയായും കുസൃതിയായും ഒക്കെ വീട്ടുകാരും നാട്ടുകാരും ഒക്കെ വിജയനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന പേരാണ്. വെഞ്ഞാറമൂട്ടിലെ പുല്ലമ്പാറ എന്ന നാടക ഗ്രാമത്തിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നാടക പ്രവർത്തകനാണ് കള്ളൻ വിജയൻ. നാട്ടുകാരൊക്കെ സ്നേഹത്തോടെയാണ് കള്ളൻ വിജയനെ വിളിക്കുന്നത്. കള്ളൻ എന്നത് മോശമായ അർത്ഥത്തിലുള്ളതല്ല, സ്നേഹപൂർവ്വവും വാത്സല്യപൂർവ്വവും വിളിക്കുന്ന പേരാണ്. പലർക്കും അത്തരം ഇരട്ടപ്പേരുകൾ സ്വാഭാവികമാണ്. കള്ളൻ വിജയൻ്റെ നാടക പ്രവർത്തനങ്ങളെക്കുറിച്ച് ടി.സി. രാജേഷ് എന്നയാൾ എഴുതിയ ചെറു ലേഖനത്തിൻ്റെ തലക്കെട്ട് മാറ്റാൻ ദേശാഭിമാനിയിലെ പത്രാധിപന്മാരൊക്കെ ചുമതലയുള്ള സഖാവിനോട് ആവശ്യപ്പെട്ടു എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്ത. ദേശാഭിമാനിയുടെ വാരാന്ത പതിപ്പിൻ്റെ ചുമതലയുള്ള എഡിറ്റർ കെ.ആർ. അജയൻ എന്ന് പറയുന്ന സഖാവാണ്. എഴുത്തുകാരനാണ്, യാത്രാപ്രേമിയാണ്, സാംസ്കാരിക കാര്യങ്ങളെക്കുറിച്ച് ധാരാളം സാമാന്യമായ ധാരണയുള്ള ആളാണ്. പക്ഷെ അദ്ദേഹം കള്ളൻ വിജയൻ എന്ന തലക്കെട്ട് മാറ്റിയില്ല. നിർഭാഗ്യവശാൽ വി.എസ്. അച്യുതാനന്ദൻ്റെ ഓർമ്മ പുതുക്കുന്ന ലേഖനത്തിൽ കടലിരമ്പം എന്ന വാക്ക് വരികയും കള്ളൻ വിജയൻ എന്ന തലക്കെട്ടിൽ മറ്റൊരു ലേഖനം വരികയും ചെയ്യുമ്പോൾ ആളുകളൊക്കെ ലാവ്ലിൻ കേസ് തൊട്ട് പിണറായി വിജയനെതിരെ വി.എസ്. നടത്തിയ സമരങ്ങളെക്കുറിച്ച് ഓർക്കുക സ്വാഭാവികമാണ്. നാട്ടിൽ വിജയൻ എന്നുള്ള പേരുള്ള ധാരാളം പേരുണ്ടെങ്കിലും, അത്തരം വിജയന്മാരിൽ ഒരുപാട് കള്ളന്മാരുണ്ടെങ്കിലും, കള്ളൻ വിജയൻ എന്ന് ദേശാഭിമാനിയിൽ അച്ചടിച്ചാൽ അത് സ്വാഭാവികമായും പിണറായി വിജയനെക്കുറിച്ചായിരിക്കും എന്ന് കരുതുന്നവരാണ് ദേശാഭിമാനിയുടെ മാനേജ്മെൻറ്റിലുള്ളത് എന്നതാണ് തമാശ. തീർച്ചയായും പിണറായി വിജയനെ അപമാനിച്ചു എന്ന ഒരാക്ഷേപം വന്നേക്കാം എന്ന് ഭയപ്പെട്ടിട്ടാണ്, അങ്ങനെയാണെങ്കിൽ വാരാന്ത പതിപ്പ് ഞായറാഴ്ച പുറത്തിറക്കേണ്ട, നമുക്കത് തിങ്കളാഴ്ചയാക്കാമെന്ന് എം സ്വരാജും പുത്തലത്ത് ദിനേശനും ഒക്കെ തീരുമാനിക്കുന്നത്. പക്ഷേ വെളുക്കാൻ തേച്ചത് പാണ്ടായി എന്ന മട്ടിൽ ദേശാഭിമാനിക്കകത്തുനിന്ന് തന്നെ ഈ വാർത്തകളൊക്കെ ചോരുകയും അതിൻ്റെ പതിപ്പുകളൊക്കെ പുറത്തു പോവുകയും ഇതൊരു വലിയ വാർത്തയായി, വലിയ ഭൂകമ്പമായി മാറുകയും ചെയ്തു. വി.എസുമായി ബന്ധപ്പെടുത്തി വന്ന
കള്ളൻ വിജയനുമായി ബന്ധപ്പെടുത്തി വന്ന രാഷ്ട്രീയ ചർച്ചകളൊക്കെ വി എസും പിണറായി വിജയനും തമ്മിലുണ്ടായിരുന്ന ഏറ്റുമുട്ടലിൻ്റെ രാഷ്ട്രീയത്തെ വീണ്ടും ജനമനസ്സിലേക്ക് തിരിച്ചു കൊണ്ടുവരാനാണ് സഹായിച്ചത്. അങ്ങനെ വരുമ്പോഴുള്ള ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടൽ നടന്നത് ശംഖുമുഖം കടപ്പുറത്ത് വി എസ് മുഖ്യമന്ത്രിയായിരിക്കെ പിണറായി വിജയൻ്റെ ജാഥ വന്നപ്പോൾ നടത്തിയ പ്രസംഗമാണ്. ആ വേദിയിൽ വി എസിൻ്റെ രാഷ്ട്രീയത്തെ പൂർണ്ണമായും നിരാകരിച്ചുകൊണ്ടും വി എസിൻ്റെ രാഷ്ട്രീയ ജീവിതത്തെ പൂർണ്ണമായും പരിഹസിച്ചുകൊണ്ടും പിണറായി വിജയൻ നടത്തിയ പ്രസംഗം ചരിത്രരേഖയാണ്. അത് കടലിലെ തിര ബക്കറ്റിലെ വെള്ളത്തിൽ കിട്ടില്ല എന്ന സന്ദേശമായിരുന്നു. പിണറായി വിജയൻ്റെ അന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒക്കച്ചങ്ങാതിയായിരുന്ന കെ ടി ജലീൽ പറഞ്ഞു കൊടുത്ത ഒരു ഉപമ വെച്ചിട്ട് പിണറായി നടത്തിയ ഈ രാഷ്ട്രീയ പ്രസംഗം പാർട്ടിയോട് ചേർന്ന് പോകുമ്പോൾ മാത്രമേ വി എസിന് ജനങ്ങൾക്ക് ഇടയിൽ സ്ഥാനമുണ്ടാവൂ എന്നായിരുന്നു പറയാൻ ഉദ്ദേശിച്ചത്. എന്തായാലും പറയാൻ ഉദ്ദേശിച്ച കാര്യം എങ്ങനെയൊക്കെ പ്രചരിപ്പിക്കപ്പെട്ടാലും ശരി, 2 ദിവസം കഴിഞ്ഞ് വി എസ് അതിന് മറുപടി കൊടുത്തു. ഗോർബച്ചേവിയന്മാരുടെ കാലത്ത് ഒരുപാട് മഹാസമുദ്രങ്ങൾ വറ്റിപ്പോയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം അതേക്കുറിച്ച് പറഞ്ഞത്. സോവിയറ്റ് റഷ്യയുടെ തകർച്ചയും കിഴക്കൻ യൂറോപ്പിലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ പൊട്ടിപ്പിളരലുമൊക്കെയാണ് വി എസ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ഇപ്പോൾ രസകരമായ കാര്യം, കടലിൻ്റെ മാർത്തട്ടിൽ ഉറച്ചു നിന്നിട്ടും പിണറായി വിജയനൊപ്പം കടലില്ല, തിരകളില്ല എന്നതാണ്. ഇന്ന് സി പി എമ്മിനകത്ത് വി എസ് ആരാധിക്കപ്പെടുകയും വി എസ് സ്നേഹിക്കപ്പെടുകയും വി എസ് ഓർമ്മിക്കപ്പെടുകയും ചെയ്യുമ്പോൾ പിണറായി വിജയൻ കള്ളനാണ് എന്ന് വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം ദേശാഭിമാനിക്കകത്ത് പോലും ഉണ്ട് എന്നത് കാലത്തിൻ്റെ തമാശയാവാം. ഇനി കാത്തിരിക്കേണ്ടത് കെ ആർ അജയൻ എന്ത് സംഭവിക്കും, പത്രാധിപർ പുത്തലത്ത് ദിനേശൻ എന്ത് സംഭവിക്കും, പ്രസിഡന്റ് എഡിറ്റർ എം സ്വരാജൻ എന്ത് സംഭവിക്കും തുടങ്ങിയ കാര്യങ്ങളാണ്. അതാവും ഇനി വരാൻ പോകുന്ന വാർത്തകൾ. ആ വാർത്തകൾക്ക് വേണ്ടിയാവും കേരളത്തിലെ മറ്റു മാധ്യമങ്ങൾ ചെവിയോർത്തിരിക്കുക.